പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആപ്ലിക്കേഷനായി മാറിയിരിക്കുകയാണ് വാട്സപ്പ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ പ്രൈവസിക്ക് വേണ്ടി ഇടയ്ക്കിടെ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻ ഉൾപ്പെടെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഉപകാരപ്രദമായ 7 വാട്സപ്പ് ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ഇതിൽ 6 എണ്ണവും നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് മാത്രം അധിക ഫോണുകളിലും ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷനായ മുകളിൽ സ്ക്രീനിൽ വാട്സപ്പിന്റെ തൊട്ടടുത്തുള്ള ഫയൽസ് എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ഫോണിൽ ഇല്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ അല്ലാത്ത മറ്റു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യൽ എങ്ങനെ നോക്കാം. അതിന് നേരത്തെ സൂചിപ്പിച്ച ഫയൽസ് എന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ടച്ച് ചെയ്താൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ലഭിക്കും. സെറ്റിംഗ്സ് എന്ന ഭാഗം ടച്ച് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ 2 ഓപ്ഷനുകൾ കാണാം. അതിൽ ഏറ്റവും താഴെയുള്ള ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. ശേഷം ബാക്ക് അടിച്ച് ആ ആപ്ലിക്കേഷനിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇന്റേണൽ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാം. അത് ടച്ച് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ കാണാം. ഇതിൽ വാട്സപ്പ് ലഭിക്കാൻ ഞാൻ ആൻഡ്രോയിഡ് എന്ന ഭാഗം ടച്ച് ചെയ്ത് മീഡിയ ടച്ച് ചെയ്ത് വാട്സപ്പ് ടച്ച് ചെയ്ത് വാട്സപ്പിലുള്ള ഓപ്ഷനുകളിൽ ഏറ്റവും താഴെ മീഡിയ എന്നത് ടച്ച് ചെയ്തപ്പോൾ ഇതുപോലെ വാട്സപ്പിലുള്ള വീഡിയോ, സ്റ്റാറ്റസ്, വാൾപേപ്പർ, ഓഡിയോ എല്ലാം നമുക്കവിടെ കാണാം. അവിടെ സ്റ്റാറ്റസ് എന്ന ഭാഗം ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നാം കണ്ട മുഴുവൻ സ്റ്റാറ്റസ് വീഡിയോകളും ഫോട്ടോകളും നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് ഫോട്ടോസുകളും വീഡിയോകളും നമുക്ക് സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് വെക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഫോണിലേക്ക് സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അതേ ഫോട്ടോ തന്നെ സ്റ്റാറ്റസ് വെക്കുന്നു. ആ സ്റ്റാറ്റസ് വീഡിയോസും ഫോട്ടോസും നമ്മുടെ ഫോണിൽ ലഭിക്കാൻ അത് ടച്ച് ചെയ്ത ശേഷം മുകൾ ഭാഗത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് അതിലുള്ള കോപ്പി ടു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫോൾഡറിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത ട്രിക്ക് നമ്മുടെ സ്റ്റാറ്റസ് നാം ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കാണാനുള്ളതാണ്. അതിന് സ്റ്റാറ്റസ് എന്ന ഭാഗം ടച്ച് ചെയ്ത് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസ് പ്രൈവസി എന്ന ഓപ്ഷൻ ലഭിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ടിക്ക് നൽകിയാൽ നമ്മുടെ ഫോണിൽ നമ്പറുള്ള എല്ലാവർക്കും നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടിക്ക് നൽകിയാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ നമ്പറുകളും നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് നാം സെലക്ട് ചെയ്ത നമ്പറുകൾക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. മുകളിലുള്ള ഈ ഐക്കൺ ടിക്ക് നൽകിയാൽ മുഴുവൻ നമ്പറുകളും സെലക്ട് ആകുന്നതാണ്. അത് വീണ്ടും ടച്ച് ചെയ്താൽ അൺടിക്ക് ആവുന്നതാണ്. മുകൾ ഭാഗത്തുള്ള സെർച്ച് എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ട നമ്പറുകൾ സെർച്ച് ചെയ്തും കണ്ടെത്താവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ടിക്ക് നൽകിയാൽ കഴിഞ്ഞ ഓപ്ഷൻ പോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ നമ്പറുകളും നമുക്കവിടെ കാണാവുന്നതാണ്. അതിൽ നിന്ന് നാം സെലക്ട് ചെയ്ത നമ്പറുകൾക്ക് മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്പർ സെലക്ട് ചെയ്താൽ താഴെ ടിക്ക് മാർക്ക് കാണാവുന്നതാണ്. അത് ടച്ച് ചെയ്താൽ സെറ്റിംഗ്സ് അപ്ഡേറ്റ് ആവുന്നതാണ്. ശേഷം ഡൺ എന്ന ഭാഗം ടച്ച് ചെയ്താൽ സെറ്റിംഗ്സിലെത്തുന്നതാണ്. ഈ ഓപ്ഷനുകൾ മെയിൻ സെറ്റിംഗ്സിലും കാണാം. സെറ്റിംഗ്സ് എന്ന ഭാഗം ടച്ച് ചെയ്ത് അക്കൗണ്ട് ടച്ച് ചെയ്ത് പ്രൈവസി ടച്ച് ചെയ്താൽ സ്റ്റാറ്റസ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമുക്ക് ഈ ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് മെസ്സേജ് അയക്കൽ എങ്ങനെയെന്ന് നോക്കാം. അതിന് നമ്മുടെ പ്രൈവറ്റ് നമ്പറിലേക്കോ നാം മാത്രമുള്ള ഗ്രൂപ്പിലേക്കോ ഇതുപോലെ മെസ്സേജ് ചെയ്യുക. നാം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇപ്രകാരം WA.ME എന്നതിനു ശേഷം ഈ ചിഹ്നം നൽകുക. അതിനുശേഷം നമ്മുടെ കൺട്രി കോഡായ 91 എന്നത് ടൈപ്പ് ചെയ്ത ശേഷം നാം മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം മെസ്സേജ് അയക്കുക. ശേഷം നാം അയച്ച മെസ്സേജ് ടച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഭാഗം ലഭിക്കുന്നതാണ്. ഞാനിവിടെ എൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തത്. സ്വന്തം നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനും നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്രകാരം നമുക്ക് സ്വന്തം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ വേണ്ട മെസ്സേജുകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഞാനിവിടെ വീഡിയോ അടക്കം ആ നമ്പറിലേക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് കാണാം. നാം നൽകിയ നമ്പറിൽ വാട്സപ്പ് ഇല്ലെങ്കിൽ ഇപ്രകാരം കാണാവുന്നതാണ്. വാട്സപ്പിലൂടെ അല്ലാതെ ഗൂഗിൾ ക്രോമിലൂടെയും നമുക്ക് ഇപ്രകാരം ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതിൽ ചാറ്റ് എന്ന ഭാഗം ടച്ച് ചെയ്ത്
നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ട്രിക്ക് പലർക്കും അറിയുന്നതാണ്. നമ്മെ അറിയുന്നവരും അറിയാത്തവരുമൊക്കെ നമ്മുടെ സമ്മതമില്ലാതെ പല ഗ്രൂപ്പിലും ചേർക്കാറുണ്ട്. അതെങ്ങനെ തടയാമെന്ന് നോക്കാം. അതിന് വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ടച്ച് ചെയ്ത് അക്കൗണ്ട് എന്നത് ടച്ച് ചെയ്ത് പ്രൈവസി എന്ന ഭാഗം ടച്ച് ചെയ്ത് താഴ്ഭാഗത്തായി ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ടച്ച് ചെയ്താൽ ഇങ്ങനെ 3 ഓപ്ഷനുകൾ കാണാം. നേരത്തെ സ്റ്റാറ്റസിൽ പറഞ്ഞതുപോലെ ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാവർക്കും നമ്മെ ഗ്രൂപ്പിൽ ചേർക്കാം. രണ്ടാമത്തെ നമ്മുടെ കോണ്ടാക്ട്സിൽ ഉള്ള ആളുകൾക്ക്. മൂന്നാമത്തേത് എനേബിൾ ചെയ്താൽ നാം സെലക്ട് ചെയ്ത ആളുകൾക്ക് മാത്രമേ നമ്മെ ഗ്രൂപ്പിൽ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ ട്രിക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ, പേര് തുടങ്ങിയവ നാം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് നോക്കാം. അതിന് സെറ്റിങ്സ് ടച്ച് ചെയ്ത് അക്കൗണ്ട് പ്രൈവസി ടച്ച് ചെയ്താൽ ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കും. ഏറ്റവും മുകളിൽ നേരത്തെ സ്റ്റാറ്റസ് സെറ്റ് ചെയ്തതുപോലെ അവസാനം കണ്ടത് എന്ന ലാസ്റ്റ് സീൻ എന്ന ഭാഗം സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നോബഡി എന്ന ഭാഗം ടച്ച് ചെയ്താൽ ആർക്കും കാണാൻ കഴിയില്ല. അതിനു താഴെയുള്ള പ്രൊഫൈൽ ഫോട്ടോ എന്ന ഭാഗം ടച്ച് ചെയ്ത് നേരത്തെ സ്റ്റാറ്റസിൽ നൽകിയതുപോലെ ഒന്നാമത്തേത് ടച്ച് ചെയ്താൽ എല്ലാവർക്കും കാണാൻ കഴിയും. അവസാനത്തേത് ടച്ച് ചെയ്താൽ ആർക്കും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ കഴിയില്ല. അതിനു താഴെയുള്ള എബൌട്ട് എന്ന ഭാഗം ടച്ച് ചെയ്താൽ നാം വാട്സപ്പിൽ നൽകിയ പേര് നേരത്തെ പോലെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ രൂപത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ആറാമത്തെ ട്രിക്ക് നമുക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ഗ്രൂപ്പോ മറ്റോ ഹോം സ്ക്രീനിൽ ആപ്ലിക്കേഷൻ പോലെ ആഡ് ചെയ്യൽ എങ്ങനെയെന്ന് നോക്കാം. അതിന് നാം ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പോ മറ്റോ സെലക്ട് ചെയ്ത ശേഷം മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ വരുന്ന ഓപ്ഷനിൽ രണ്ടാമതായുള്ള ആഡ് ചാറ്റ് ഷോർട്ട്കട്ട് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്ത് ആഡ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ നിങ്ങളിവിടെ കാണുന്നത് പോലെ ആപ്ലിക്കേഷൻ പോലെ ഹോം സ്ക്രീനിൽ കാണാവുന്നതാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ വായിക്കാനും മെസ്സേജുകൾ അയക്കാനും സാധിക്കുന്നതാണ്. ഇനി ഒരു വ്യക്തിയെ ആഡ് ചെയ്യാൻ ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് താഴെയുള്ള മോർ എന്നത് ടച്ച് ചെയ്ത് ആഡ് ഷോർട്ട് കട്ട് എന്നത് നൽകിയാൽ മതി. ഏഴാമത്തതും അവസാനത്തതുമായ ഓപ്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. എഴുത്ത് കട്ടി കൂട്ടാനും ചരിക്കാനും നടുവിലൂടെ വരയിടാനുമൊക്കെ ഉപയോഗിക്കുന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ കീബോർഡിലുള്ള സ്റ്റാർ എന്നത് ആദ്യം നൽകി എഴുതിയ ശേഷം വീണ്ടും സ്റ്റാർ നൽകിയാൽ എഴുത്ത് കട്ടി കൂടുന്നതാണ്. കട്ടി കൂട്ടലോടുകൂടെ എഴുത്തിന് മുകളിലൂടെ വരയിടാൻ സ്റ്റാർ നൽകിയ ശേഷം ഈ ചിഹ്നം നൽകിയ ശേഷം എഴുതി വീണ്ടും ആ ചിഹ്നം നൽകുകയും സ്റ്റാർ നൽകുകയും ചെയ്താൽ മതി. അടുത്തത് കട്ടി കൂട്ടലോടുകൂടെ ചരിക്കാൻ വേണ്ടി സ്റ്റാർ നൽകിയ ശേഷം ഈ ചിഹ്നം നൽകി എഴുതിയ ശേഷം വീണ്ടും ആ ചിഹ്നം നൽകി സ്റ്റാർ നൽകുക. ഈ 7 ട്രിക്കുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.